നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BM മുംതാസ് അലിയുടെ മൃതദേഹം കുളൂർ പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത്. അറ്റകുറ്റപ്പണി നടത്തിയത് ഏറ്റില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം റോഡ് വീണ്ടും തകർന്നു. ചന്ദ്രഗിരി പാലത്തിന് സമീപത്തെ റോഡ് മണിക്കൂറുകൾക്കകം തകർന്നതിൽ വ്യാപക പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിധിപ്പകർപ്പ് KCN ന്യൂസിന്. പോലീസ് അന്വേഷണത്തിൽ പിഴവുകൾ ഏറെ ഉണ്ടായെന്ന് വിധിപ്പകർപ്പിൽ വിവരം. KCN എക്സ്ക്ലൂസീവ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. ശ്രീകാന്ത്. കോഴക്കേസ് വിധിയിൽ അപ്പീൽ പോകുമെന്ന് VV രമേശൻ. ചൈനയിൽ കപ്പൽ യാത്രക്കിടെ മാലക്കല്ല് സ്വദേശിയെ കാണാതായതായി പരാതി. മാലക്കല്ല് അഞ്ചാലയിലെ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. വാർത്തകൾ വിശദമായി. കാണാതായ കർണാടകയിലെ പ്രമുഖ കയറ്റുമതി വ്യവസായി BM മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കുളൂർ പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ സ്ത്രീയുൾപ്പെടെ 6 പേർക്കെതിരെ മംഗളൂരു ടൗൺ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5ഓടെ ദേശീയപാത 66 കുളൂർ പാലത്തിനു മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ മുംതാസ് അലിയുടെ KA 19 MG 0004 നമ്പറിലുള്ള BMW കാർ കണ്ടെത്തിയിരുന്നു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിൻ്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് മുംതാസ് അലിക്കായി ഫൽഗുനി പുഴയിൽ ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെയുൾപ്പെട്ട സംഘവും NDRFും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് മുൻ MLA മൊഹിയുദ്ദീൻ ബാവയുടെയും ജനതാദൾ S മുൻ MLC BM ഫാറൂഖിൻ്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. മുംതാസ് അലി പാലത്തിൽ നിന്നും ഫൽഗുനി പുഴയിലേക്ക് ചാടിയതാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താൻ മടങ്ങി വരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശമയച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3ഓടെ മുംതാസ് അലി വീട് വിട്ടതായാണ് മകൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിൽ റഹാമത്ത്, അബ്ദുൽ സത്താർ, ഷാഫി മുസ്തഫ, ഷൊഹൈബ്, സിറാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൂടുതൽ പണമാവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം റോഡ് വീണ്ടും തകർന്നു. 2 ആഴ്ചയിലേറെ അടച്ചിട്ട് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകിയ റോഡാണ് മണിക്കൂറുകൾക്കകം തകർന്നത്. സംഭവം ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. 17 ദിവസത്തോളം യാത്രക്കാരെ പെരുവഴിയിലാക്കി നവീകരിച്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരി റോഡ് മണിക്കൂറുകൾക്കകമാണ് തകർന്നത്. 1/4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി ജംഗ്ഷനും പാലത്തിനുമിടയിൽ ദീർഘനാളായി തകർന്നു കിടന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം വീണ്ടും തകർന്നു. ഒക്ടോബർ 5 രാവിലെയാണ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ അറ്റകുറ്റപ്പണിക്ക് ശേഷം റോഡ് തുറന്നു നൽകിയത്. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ഇന്റർലോക്ക് പാകിയ ഭാഗം പൊങ്ങിയും താണും പോകുന്ന നിലയിലായി. ഇത്രയും തുക ചെലവഴിച്ചിട്ടും ഇത്രയും വേഗത്തിൽ റോഡ് തകർന്നത് കൃത്യമായും ശാസ്ത്രീയമായും അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ടാണെന്ന ആക്ഷേപം ശക്തമാണ്. ഉറവയുള്ള സ്ഥലമായതിനാൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ടാറിംഗ് നടത്തുകയോ ഇന്റർലോക്ക് പാകുകയോ ചെയ്തായിരുന്നു അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
കൂടാതെ റോഡരികിൽ ഓവുചാലുകളും നിർമ്മിച്ചിട്ടില്ല. മഴവെള്ളം റോഡിലേക്ക് തന്നെ ഒഴുകിയെത്തുന്ന അവസ്ഥയാണുള്ളത്. ഇതെല്ലാമാണ് റോഡ് തകർച്ചയ്ക്ക് വഴിവെച്ചത്. സെപ്റ്റംബർ 19 മുതലായിരുന്നു റോഡ് പണി ആരംഭിച്ചത്. 10 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഒക്ടോബർ 5 മാത്രമാണ് തീർക്കാനായത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഇതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. റോഡ് വീണ്ടും തകർന്നതോടെ യാത്രക്കാർ സഹിച്ച ബുദ്ധിമുട്ടിന് ഫലമില്ലാതായിരിക്കുകയാണ്. സംഭവം വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ കുറ്റവാളിയെന്ന് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. ഈ റോഡിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം, ഇതിൻ്റെ ഒരു ഗൗരവം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 25 ലക്ഷം റുപ്യ അനുവദിച്ചു. ആ 25 ലക്ഷം റുപ്യ അനുവദിച്ചാണ് ഇത്രയും ചെയ്തത്. പക്ഷെ ഒരു ഫലവുമില്ല. എല്ലാം നശിച്ചിരിക്കുകയാണ്. അതും വെറും 10 മണിക്കൂർ കൊണ്ട് എല്ലാം സംഭവിച്ചു, എല്ലാം നശിച്ചു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ഇൻ്റർലോക്ക് ഭാഗ്യതുകൊണ്ട് ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരമാകുന്നില്ല. കോൺക്രീറ്റ് ചെയ്യണം. അതും സാധാരണ കോൺക്രീറ്റ് പോരാ. ഇതിൻ്റെ അടിയിൽ നീരുറവുണ്ട് എന്നാണ് പറയുന്നത്, കിണറുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാറ്റിനും പരിഹാരമുണ്ട്. ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാറ്റിനും പരിഹാരമുണ്ട്. അപ്പോൾ ആ പരിഹാരം ഉണ്ടാണെങ്കിൽ സർക്കാർ വിചാരിക്കണം, സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിക്കണം. അപ്പോൾ ഇതിൽ ഒരു പ്രധാന കുറ്റവാളി സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നതായിരിക്കും. ജനങ്ങൾ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ക്ഷമ ഇനിയും പരിശോധിക്കാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലായ്മയും കൃത്യമായ പഠനങ്ങൾ നടത്താതെയുമുള്ള ഇത്തരം പദ്ധതികൾ സർക്കാർ ഖജനാവിലെ കോടികളാണ് പാഴാക്കി കളയുന്നത്. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറാമാൻ ചേതൻ കുമാറിനോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. 2 ആഴ്ചയിലേറെ ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ ചന്ദ്രഗിരി പാലത്തിന് സമീപത്തെ റോഡ് മണിക്കൂറുകൾക്കകം തകർന്നതിൽ വ്യാപക പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് പ്രതിഷേധിച്ചു. രാവിലെ ആരംഭിച്ച സമരം മണിക്കൂറുകളോളം നീണ്ടു. STUവിൻ്റെ നേതൃത്വത്തിലും നിൽപ്പ് സമരം നടത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ നവീകരിച്ച ചന്ദ്രഗിരി പാലത്തിന് സമീപത്തെ KSTP റോഡ് വീണ്ടും തകർന്നതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C ദേവേശനെ ഉപരോധിച്ചു. രാവിലെ ആരംഭിച്ച സമരം മണിക്കൂറുകളോളം നീണ്ടു. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ സെക്രട്ടറി സാഹിർ ആസിഫ്, മണ്ഡലം സെക്രട്ടറി ഹാരിഫ് ബെദിര, നേതാക്കളായ അജ്മൽ തളങ്കര, നൌഫൽ തായൽ, ജലീൽ തുരുത്തി, അഷ്ഹാഖ് അബൂബക്കർ, SK മുസബിൽ, റഫീഖ് ഗസാലി, ഷിഹാബ്, സിദ്ദീഖ് ചക്കര എന്നിവർ നേതൃത്വം നൽകി. ഉപരോധം നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ 11:30 ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോടി രൂപ ചെലവഴിച്ചാണ് ചന്ദ്രഗിരി പാലത്തിന് സമീപത്ത് റോഡ് ഇന്റർലോക്ക് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്റർലോക്കുകൾ ഇളകി റോഡ് തകരുകയായിരുന്നു.
റോഡ് തകർച്ചയുടെ ഉത്തരവാദിത്തം കരാറുകാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ പറഞ്ഞു. റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. തകർന്ന റോഡിന് സമീപം നിൽപ്പ് സമരം നടത്തിയായിരുന്നു പ്രതിഷേധം. STU ജില്ലാ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിധിപ്പകർപ്പ് KCN ന്യൂസിന്. പോലീസ് അന്വേഷണത്തിൽ പിഴവുകൾ ഏറെ ഉണ്ടായെന്ന് വിധിപ്പകർപ്പിൽ പറയുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടായതായും ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിച്ചെന്നതിന് തെളിവില്ലെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. KCN എക്സ്ക്ലൂസീവ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പോലീസ് വീഴ്ചകൾ അക്കമിട്ട് നിരത്തി K. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി കുറ്റപത്രം സമർപ്പിച്ച് സമയപരിധി കഴിഞ്ഞ് 1 വർഷവും 7 മാസവും പിന്നിട്ട ശേഷമാണെന്നും തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നിരിക്കെയാണ് ഈ കാലതാമസമെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കുറ്റപത്രം നൽകാൻ കാലതാമസമുണ്ടായതിൽ പ്രത്യേക കാരണവും ബോധിപ്പിച്ചിട്ടില്ല. ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിപ്പിച്ചത് എന്നതിന് തെളിവില്ല. പണവും മൊബൈൽ ഫോണും കൈപ്പറ്റിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് സുന്ദരയുടെ നടപടികളും വാക്കും വ്യക്തമാക്കുന്നു. ലഭിച്ച പണം ഉപയോഗിച്ച് സുന്ദര വീട് അറ്റകുറ്റപ്പണി നടത്തിയതും BJPയിൽ ചേരുന്നുവെന്ന് വാർത്താസമ്മേളനം നടത്തിയതുമെല്ലാം ഇതിന് തെളിവാണെന്നും വിധിന്യായം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ചയാണ് കുറ്റവിമുക്തനാക്കിയത്. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ സമർപ്പിച്ച വിടുതൽ ഹർജിയിലായിരുന്നു കോടതി വിധി. സുരേന്ദ്രനെ കൂടാതെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായക്, BJP മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണ ഷെട്ടി, BJP നേതാക്കളായ സുരേഷ് നായിക്, K. മണികണ്ഠ റായ്, ലോകേഷ് നോഡ എന്നിവരെയാണ് വെറുതെ വിട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ച് നൽകിയ വിടുതൽ ഹർജിയാണ് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. സുരേന്ദ്രൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരത്തെ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് K. ശ്രീകാന്ത്. CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന UDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും K. ശ്രീകാന്ത് പറഞ്ഞു. അതേസമയം വിധിയിൽ അപ്പീൽ പോകുമെന്ന് കേസിലെ പരാതിക്കാരനായ VV രമേശൻ പറഞ്ഞു. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയമായും കുറ്റക്കാരനെന്നും VV രമേശൻ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. ശ്രീകാന്ത്. CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന UDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും K. ശ്രീകാന്ത് കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ശ്രീ സുന്ദരയെ പോലീസും CPM-ഉം UDF-ഉം ഭീഷണിപ്പെടുത്തി ഇനി മൊഴി അവർ പറയുന്ന അനുസരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ സുന്ദര പ്രതിയാവുമെന്ന് ഭീഷണിപ്പെടുത്തിട്ടും. അത് ഈ കേസിൽ മാത്രമല്ല, ഏതോ ഒരു കേസിൽ, കൊടകരയിലെ ഒരു കേസിൽ, ആ കേസിൽ അടക്കം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സുന്ദര പോലീസിൻ്റെയും LDF-ൻ്റെയും UDF-ൻ്റെയും നിർദ്ദേശമനുസരിച്ച് നിവൃത്തികേട് കൊണ്ട് അവരുടെ തിരക്കഥക്കനുസരിച്ച് അവിടെ നിന്നു കൊടുക്കുന്നു. ഞങ്ങൾ ഈ കേസിലെ പരാതിക്കാരൻ VV രമേശ് കള്ളപ്പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM-ൻ്റെ താല്പര്യമനുസരിച്ചിട്ടാണ് ഈ കേസിൽ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്, ഇതിലെ നടപടികൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് VV രമേശിനെതിരെ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്തതിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, നിയമ നടപടികൾ സ്വീകരിക്കും. ഒന്നാമത്തെ. രണ്ടാമത്തത്, ഒരു പോലീസ് ഓഫീസറും ഇത്ര കണ്ട് പക്ഷപാതം കാണിക്കാൻ പാടില്ല. DYSP A. സതീഷ് കുമാർ വളരെ പ്രത്യക്ഷത്തിലും വളരെ പ്രകടമായിട്ടും തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് A. സതീഷ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ അപ്പീൽ പോകുമെന്ന് കേസിലെ പരാതിക്കാരനായ വി രമേശൻ. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയമായും കുറ്റക്കാരനാണെന്നും വി രമേശൻ. കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ വകുപ്പ് ഒഴിവാക്കിയ കാര്യത്തിൽ സംശയമുണ്ടെന്നും വി രമേശൻ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. അന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത സിറ്റിംഗിൽ മുഴുവൻ പ്രതികളോട് ഹാജരാകാനാണ് പറയുന്നത്. ഇങ്ങനെ വിട്ടയക്കാനാണെങ്കിൽ അന്ന് തന്നെ വിട്ടാൽ മതി. ഈ പ്രതികളെ കോടതിയിൽ വരാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് സംശയത്തിന് ഇടവരുത്തുകയാണ്. ഇത് BJPക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള സാധാരണ കോടതിയിൽ ഹാജരാവുകയില്ലേ എന്ന് പറഞ്ഞാണ്. ഞാൻ ഈ കേസിൽ ഒരിക്കലും ഹാജരാവില്ല എന്നാണ് ആദ്യകാലങ്ങളിൽ സുരേന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ വളരെ സന്തോഷവാനായിട്ട് വന്ന് ഹാജരായി ഇങ്ങനൊരു വിധി സമ്പാദിച്ചതിൽ സംശയിച്ചാൽ കുറ്റം വരാൻ കഴിയില്ല. അപ്പോൾ ഒരു ശരിക്ക് ഒരു ഗൂഢാലോചന ഇടുമെന്ന് ഞാൻ സംശയിക്കപ്പെടില്ല. ഏതായാലും നമ്മൾ അപ്പീൽ പോകും. ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം നമുക്ക് സമയമുണ്ടായിരുന്നു. 19 മാസമായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ SC/ST വകുപ്പ് ആദ്യം ഒഴിവാക്കി. SC/ST വകുപ്പ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ പറയുന്നത് പിന്നെ ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. SC/ST വകുപ്പ് അതിലുള്ളിടത്തോളം കാലം നമുക്ക് 3-4 കൊല്ലം സമയമുണ്ട്. പക്ഷെ അത് ഒഴിവാക്കിയത് അതിലും ഒരു ദുരൂഹത കാണുകയാണ്. പോലീസും പ്രോസിക്യൂഷനൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിന് ഒരു ഇതും കാണുന്നില്ല. നമുക്ക് മേൽക്കോടതിയിൽ കാണാമല്ലോ. കീഴ്ക്കോടതി മാത്രമല്ലല്ലോ, മേൽക്കോടതിയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൈനയിൽ കപ്പൽ യാത്രക്കിടെ മാലക്കല്ല് സ്വദേശിയെ കാണാതായതായി പരാതി. മാലക്കല്ല് അഞ്ചാലയിലെ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. ഇതേ കമ്പനിയിലെ കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചത്. മാലക്കല്ല് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെയാണ് കാണാതായത്. മാലക്കല്ല് അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചരക്കാട്ട് KM ആന്റണിയുടെയും പനത്തടി സർവീസ് സഹകരണ ബാങ്ക് മാനേജർ MV ബീനയുടെയും മകൻ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. സിനർജി മാരിടൈം ഗ്രൂപ്പിന്റെ MV ട്രൂ കോൺറാഡ് ചരക്ക് കപ്പലിലെ ട്രെയിനിംഗ് കാഡറ്റാണ് ആൽബർട്ട്. ചൈനയിൽ നിന്നും ബ്രസീലിലേക്ക് ചരക്കെടുക്കാനായി പോവുകയായിരുന്ന കപ്പലിൽ വ്യാഴാഴ്ച രാവിലെ 11ഓടെ കൊളംബോയിൽ നിന്നും 300 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആൽബർട്ടിനെ കാണാതാകുന്നത്. അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇതേ കമ്പനിയിലെ കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചത്. ഒന്നിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഗ്രൂപ്പ് കൂടെ വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു വൈകുന്നേരം 7 മണി 8 മണിക്കുള്ളിൽ വിളിക്കാം. അപ്പോൾ 3-ാം തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത്. അല്ലാതെ ഞങ്ങൾ 7 മണി വരെ ഞങ്ങൾ കോള് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നില്ല. അങ്ങനെ 4-ാം തീയതി അപ്പം നെറ്റില്ലാത്തതുകൊണ്ടായിരിക്കും വിളിക്കാത്തെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നില്ല, ഇങ്ങോട്ടാണ് സാറിന് വിളിക്കുന്നത്. 8 മണിയായിട്ടും കോള് കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കോളിച്ചല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു കോൾ എനിക്ക് വന്നു. ഇപ്പോൾ ട്രൂ കോളർ നോക്കുമ്പോൾ ഒരു സഞ്ജയ് നായിക് എന്ന പേര് കാണുന്നത്. സിനർജി ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു സ്റ്റാഫാണെന്നപ്പോൾ എന്നെ പരിചയപ്പെട്ട് അങ്ങനെ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ വീട് കാസർഗോഡാണ്. ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്ക എന്തെങ്കിലും കുറച്ച് ആൽബർട്ട് എന്തെങ്കിലും സാധനം വീട്ടിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടി അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അങ്ങനെ തരാൻ വേണ്ടി വരുന്നതായിരിക്കും ആദ്യം വിചാരിച്ചത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് 2 പേര് വരുന്നുണ്ട്. സംഭവ സ്ഥലത്ത് 3 കപ്പലുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. വിവരമറിഞ്ഞ് സഹോദരൻ അബി ദുബായിൽ നിന്നും നാട്ടിലെത്തി. മറ്റൊരു സഹോദരൻ അമൽ കാനഡയിലാണ്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് തായിലങ്ങാടി സീവ്യൂ സ്ട്രീറ്റ് ലൈൻ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത കാസർഗോഡ് നഗരസഭയിലെ 31-ാം വാർഡിലെ തായിലങ്ങാടി കസ്റ്റംസ് റോഡ് സീവ്യൂ സ്ട്രീറ്റ് ലൈൻ റോഡ് നാടിന് സമർപ്പിച്ചു. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. നെല്ലിക്കുന്ന് MLA പ്രൗഢമായ ചടങ്ങിൽ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി സ്വാഗതം പറഞ്ഞു.
നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, കൗൺസിലർ സക്കരിയ MS, AM കടവത്ത്, അഷ്റഫ് എടനീർ, വിദ്യാകര മല്ലിയ, BM അബ്ദുൽ റഹ്മാൻ, ഹനീഫ, KM ഹാരിസ്, അജീർ അരമാൻ, സലാം കുന്നിൽ, നവാസ് KT, ഷൗക്കത്ത് കൊച്ചി, മുരളീധര കാമത്ത്, MS താജുദ്ദീൻ, റൌഫ് ചപ്പക്ക, വിശ്വനാഥ മല്യ, സെമീന മുജീബ്, ബിലാൽ പള്ളം, മുജീബ് തായിലങ്ങാടി, ഇക്ബാൽ, PV മുഹമ്മദ് കുഞ്ഞി, മൻസൂർ ഗുഡുവിൽ, അൽത്താഫ് പള്ളം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാത്മാഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരമലബാർ ജലോത്സവം കേരളപ്പിറവി ദിനമായ നവംബർ 1 ചെറുവത്തൂർ അച്ചാന്തുരുത്തി പാലത്തിന് സമീപം നടക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജലോത്സവം നടക്കുക. വടക്കിന്റെ ജലമേളയായി അറിയപ്പെടുന്ന ഉത്തരമലബാർ ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. ചെറുവത്തൂർ അച്ചാന്തുരുത്തി പാലത്തിന് സമീപം നടന്ന രൂപീകരണ യോഗം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭ ചെയർപേഴ്സൺ TV ശാന്ത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രദീക് ജെയിൻ, ചെറുവത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, നീലേശ്വരം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ അരിഞ്ചിറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, പഞ്ചായത്ത് അംഗം TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് പാനൽ അവതരിപ്പിച്ചു. M. രാജഗോപാലൻ MLA ചെയർമാനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലർ സെക്രട്ടറി ലിജോ ജോസഫ് സെക്രട്ടറിയുമായ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പാവൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും പരിക്ക്. അറുവാർ അമ്പിത്തടി റോഡിലെ പാലത്തിനടുത്ത് നിയന്ത്രണം വിട്ടാണ് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞത്. മഞ്ചേശ്വരം പാവൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും പരിക്ക്. അറുവാർ അമ്പിത്തടി റോഡിലെ പാലത്തിനടുത്ത് നിയന്ത്രണം വിട്ടാണ് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 6 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഫോണിൽ സംസാരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോകോത്തര നിലവാരമുള്ള IVF ആൻഡ് ജനിതക ശാസ്ത്ര കേന്ദ്രം ഇനി മുതൽ കാസർഗോട്ടും. കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രം ആരംഭിച്ചത്. ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനം മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജും ഏറ്റവും മികച്ച രീതിയിലുള്ള പരിചരണവുമെല്ലാം സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രത്തിൻ്റെ സവിശേഷതകളാണ്. ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാരുടെ സ്വപ്നം ഇനി സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രത്തിലൂടെ പൂവണിയും. ലോകോത്തര നിലവാരമുള്ള IVF ആൻഡ് ജനിതക ശാസ്ത്ര കേന്ദ്രമായ സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രം കാസർഗോട്ടും ആരംഭിച്ചു. കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ വിൻടച്ച് ആശുപത്രിയിൽ തന്നെയാണ് കേന്ദ്രം ആരംഭിച്ചത്. വന്ധ്യതാ ചികിത്സാരംഗത്ത് ഏറ്റവും സുപ്രധാനവും വിജയകരവുമായ ചികിത്സാരീതിയാണ് IVF. ഈ ചികിത്സാരീതിയിൽ വിജയനിരക്കിന്റെ കൊടുമുടികൾ കീഴടക്കി മുന്നേറുന്ന സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രം കാസർഗോട്ടും ആരംഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ രംഗത്തെ ഏറ്റവും മികച്ച സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ, ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജും ഏറ്റവും മികച്ച രീതിയിലുള്ള പരിചരണവുമെല്ലാം സീഡ്സ് ഓഫ് ഇന്നൊസെൻസ് IVF കേന്ദ്രത്തിന്റെ സവിശേഷതകളാണെന്ന് ഡോക്ടർ വിനോദ് കുമാറും ഡോക്ടർ ജസ്നയും വിശദീകരിച്ചു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി സെൻ്ററുകളുള്ള സീഡ്സ് ഓഫ് ഇന്നസെൻസ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡിലും ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിരവധി IVF സെൻ്ററുകളുള്ള കാലഘട്ടമാണിത്. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് സീഡ്സ് ഓഫ് ഇന്നസെൻസ്. സ്വന്തമായി ഇൻഹൗസ് ജനറ്റിക് ടെസ്റ്റിംഗ് ഉള്ള ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് IVF സെൻറ്റേഴ്സ് ആണ് സീഡ്സ് ഓഫ് ഇന്നസെൻസ്. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ലൈക്ക് PGTA, PGTM, PGTS, ക്രോമസോം സീക്വൻസിംഗ്, കാരിയോടൈപ്പിംഗ് എന്നീ ടെസ്റ്റുകൾ അഫോർഡബിൾ റേറ്റ്സിൽ ഇവിടെ ലഭ്യമാണ്. സ്വന്തമായൊരു കുഞ്ഞ് ഏതൊരു കപ്പിളിൻ്റെയും ആഗ്രഹമാണ്. വന്ധ്യതയുടെ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ്. സീഡ്സ് ഓഫ് ഇന്നസെൻസ് IVF സെൻറ്റർ, കാസർഗോഡ്. നമുക്ക് സീഡ്സ് ഓഫ് ഇന്നസെൻസിൻ്റെ മോർ ദാൻ 25 സെൻറ്റേഴ്സാണ് മൊത്തത്തിന് ഇരിക്കുന്നത്. ആൻഡ് ബാക്കി സെൻറ്ററിനെ വെച്ചിട്ട് ഞങ്ങൾ നോക്കുവാണെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഇൻ ഹൗസ് ജനറ്റിക് ടെസ്റ്റിംഗ് സെൻറ്ററാണ്. ഇൻ ഹൗസ് ജനറ്റിക് ടെസ്റ്ററിൽ ഞങ്ങൾ PGT, PGTM അങ്ങനത്തെ പല ടെസ്റ്റുകളും നോക്കിയിട്ട് ഞങ്ങൾക്ക് IVFൻ്റെ സക്സസ് റേറ്റ് കൂട്ടാൻ നോക്കും.
പലപ്പോഴും പല ആൾക്കാർക്ക് IVF എന്ന് പറയുന്നത് ഒരു വലിയ ചിലവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ ഒരു കാർ മേടിക്കുന്നതായിട്ട് കുറവാണ് IVFന്. അതിൽ നിങ്ങളുടെ സ്വന്തം കുച്ചയാണ് കിട്ടാൻ പോകുന്നത്, സ്വന്തം കുഞ്ഞി. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ സീഡ്സിൻ്റെ പ്രത്യേകമായിട്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ എല്ലാ മേടിക്കുന്ന മരുന്നുകൾ കമ്പനി ത്രൂ ആയതുകൊണ്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ക്വാളിറ്റി മോശപ്പെടുത്താതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധ്യതയാണ്. 20-25 സെൻറ്റ് ഒക്കെ ഇരിക്കുന്ന നമുക്ക് ആ കിട്ടുന്ന ബൾക്ക് ഓർഡറിന് കിട്ടുന്ന മെഡിസിനിൽ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റി മെഡിസിൻസ് ഡയറക്റ്റ്ലി കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് അതേ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചുരുങ്ങിയ കാശിൽ കൊടുക്കാൻ നോക്കും. അതാണ് സീഡ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പറയുവാണെങ്കിൽ. സീഡ്സിൻ്റെ ഇന്നൊരു പ്രത്യേകത ആണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സെൻറ്ററിലും സ്പെഷ്യലി ട്രെയിൻഡാണ് മൾട്ടിപ്പിൾ അബോർഷൻ ആയ ആൾക്കാർക്ക് ഇല്ല മൾട്ടിപ്പിൾ ഫെയിൽഡ് IVF ആൾക്കാർക്ക് ചികിത്സ കൊടുക്കുന്നതിനാണ്. ഞങ്ങളുടെ പ്രത്യേക പാനലുണ്ട്. എല്ലാ പേഷ്യൻറ്റുകളും ഞങ്ങൾ കണ്ട എല്ലാ സെൻറ്ററിൽ നിന്ന് കണ്ട പേഷ്യൻറ്റുകളും ഞങ്ങളുടെ വീക്ക്ലി ഡിസ്കഷനിൽ ഉൾപ്പെട്ടിട്ട് ഇന്ത്യയിലെ മോർ ദാൻ 20 ഡോക്ടേഴ്സ് കൂടിയിട്ട് ആ പേഷ്യൻറ്റിന് ഏത് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് തീരുമാനിച്ചിട്ടാണ് പർട്ടിക്കുലർ പ്ലേസിൽ ഇരിക്കുന്ന ആ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇനി ആവർത്തിച്ചുള്ള അബോർഷൻ, ആവർത്തിച്ചുള്ള IVF ഫെയിലർ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ദമ്പതികൾ സീഡ്സ് ഓഫ് ഇന്നോസൻസിനെ സന്ദർശിക്കുക. സീഡ്സ് ഓഫ് ഇന്നോസൻസ് IVF കേന്ദ്രത്തിൽ എല്ലാ ദിവസവും സൗജന്യ IVF OPD ലഭ്യമാണ്. കുഞ്ഞെന്ന സ്വപ്നവുമായി കഴിയുന്ന ദമ്പതികൾക്ക് പ്രതീക്ഷകളുടെ പുതിയ തലങ്ങൾ തുറന്നു നൽകുന്ന ഈ കേന്ദ്രം കാസർഗോഡിന്റെ വന്ധ്യതാ ചികിത്സാ രംഗത്തെ ഏറ്റവും മികച്ച കേന്ദ്രമെന്ന അംഗീകാരം നേടുവാനുള്ള മുന്നേറ്റത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏഷ്യൻ ബീച്ച് സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകാനത്തെ KV ബാബു, ദേശീയ ടീം അംഗം വലിയ പറമ്പിലെ തീർത്ഥാരാമൻ എന്നിവർക്ക് ചെറുനത്ത് പൗരസ്വീകരണം നൽകി. കല്ലറ മോഹൻ സ്മാരക ക്ലബ്ബ്, EK നയനാർ സ്മാരക ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നേട്ടമുണ്ടാക്കിയ കായിക പ്രതിഭകളെ തങ്കയം മുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് നാട്ടുകാർ ചെറുകാനത്തേക്ക് സ്വീകരിച്ചത്. നിരവധി കായിക താരങ്ങളും കായിക സംഘാടകരും നാട്ടുകാരും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് ചെറുകാനത്ത് നടന്ന സ്വീകരണ യോഗം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവസരങ്ങൾ ലഭിച്ചാൽ എത്ര വലിയ നേട്ടങ്ങളായാലും നമ്മുടെ നാട്ടുകാർ എത്തിപ്പിടിക്കുമെന്നതിന്റെ തെളിവാണ് കായിക കലാരംഗങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ വിജയം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള അനുപ്രിയ നമ്മുടെ കുഞ്ഞ് തന്നെയാണ്, തീർത്ഥാരാമൻ. അപ്പോൾ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് നല്ല പൊതുവെ ആളുകളുടെ വിശ്വാസത്തിൽ കാസർഗോഡ് ജില്ല പിന്നോക്ക ജില്ലയാണ്. കാസർഗോഡ് ജില്ലക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ കാസർഗോഡ് ജില്ല അതല്ല എന്നും കാസർഗോഡ് ജില്ലയിൽ മികച്ച കളിക്കാരും മികച്ച കായിക താരങ്ങളും മികച്ച കലാകാരന്മാരും ഉള്ള നാടാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചടങ്ങിൽ കല്ലറ മോഹൻ സ്മാരക ക്ലബ്ബ് സെക്രട്ടറി PV വിഷ്ണു അധ്യക്ഷത വഹിച്ചു. EK നായനാർ സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി P ശ്രീധരൻ, PV വേണുഗോപാലൻ, MV സുകുമാരൻ, E ബാലകൃഷ്ണൻ, TP ഉഷ, KV മുരളി, P നാരായണൻ, KP സച്ചിൻലാൽ എന്നിവർ സംസാരിച്ചു. KV ബാബു, തീർത്ഥാരാമൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് പായസദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് ശാസ്ത്രമേള ശ്രദ്ധേയമായി. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേള കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജാൻസി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SMC ചെയർമാൻ ആരിഫ് TM, PTA വൈസ് പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം, PTA SMC അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി ടൈൽസ്, അധ്യാപകരായ ബിജു, റഷീദ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി തസ്നി ടീച്ചർ സ്വാഗതവും ജെയ്സൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM RD നഗർ ലോക്കൽ സമ്മേളനം പാറക്കട്ടയിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി മന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂഡ്ലു വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
KM മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് CPIM RD നഗർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രസക്തമായുള്ള കാര്യം. കർഷകർ തൊഴിലാളികൾ ഉള്ളിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേറിടം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി ഉണ്ടാവും എന്നതാണ്. പക്ഷേ 30 കൊല്ലം കഴിഞ്ഞ ശേഷം നമ്മൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. അല്ലെങ്കിൽ ലോകം, മാധ്യമങ്ങൾ, അല്ലെങ്കിൽ സാമ്രാജ്യത്വം അത് മനസ്സിലാക്കി എന്നതാണ് നാം കാണുന്നത്. ശോഭലത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഭുജംഗ ഷെട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA, M സുമതി, KM മുഹമ്മദ് ഹനീഫ, TK രാജൻ, TMA കരീം, PV കുഞ്ഞമ്പു, MK രവീന്ദ്രൻ, K രവീന്ദ്രൻ, A രവീന്ദ്രൻ, ശാന്താകുമാരി, അനിൽ ചെന്നിക്കര, ശിവപ്രസാദ്, AR ധന്യവാദ്, S സുനിൽ എന്നിവർ സംബന്ധിച്ചു. KM മുഹമ്മദ് സ്വാഗതവും വിനയചന്ദ്രൻ KP നന്ദിയും പറഞ്ഞു. സമ്മേളനം 11 അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഭുജംഗ ഷെട്ടിയെ സെക്രട്ടറിയായി ഐക്യകണ്ഠേന വീണ്ടും തെരഞ്ഞെടുത്തു. ഉളിയത്തടുക്കയിലെ 2 വർഷമായി മന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂഡ്ലു വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുക, മധൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, പാറക്കട്ട മീപ്പുഗിരി റോഡ് വീതി കൂട്ടി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, BC റോഡ് മുതൽ പടുവടുക്കം വരെ നടപ്പാത നിർമ്മിക്കുക, പാറക്കട്ട ശ്മശാനം ഗ്യാസ് ചേംബർ തുറന്നുകൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബഡാജ് ഗവൺമെന്റ് ജൂനിയർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളോടെ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ PTA കമ്മിറ്റിയും ശതാബ്ദി കമ്മിറ്റിയും സംയുക്തമായി മച്ചമ്പാടി പള്ളത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഡാജ് ഗവൺമെന്റ് ജൂനിയർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ PTA കമ്മിറ്റിയും ശതാബ്ദി കമ്മിറ്റിയും സംയുക്തമായി മച്ചമ്പാടി പള്ളയിൽ ഗ്രാമോത്സവ എന്ന പേരിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ വിനോദങ്ങളുമായി മച്ചമ്പാടി CM നഗറിൽ നിന്ന് ഷംസുല്ലമ നഗർ റോഡ് വഴി CS നഗർ മൈതാനിയിലേക്ക് കായിക റാലിയും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PH അബ്ദുൽ ഹമീദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹരിണാക്ഷി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ യാദവ ബഡാജെ, പത്മാവതി ടീച്ചർ, ഭാസ്കര മാസ്റ്റർ, അശോക് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. റസാഖ്, സിദ്ദിഖ് ചൌക്കി, സുധാകർ ഷെട്ടി, പ്രസാദ് ഘാട്ടി, ജലീൽ ബജാൽ, മുസ്തഫ കോടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമോത്സവത്തിൽ സ്കൂൾ കുട്ടികളുടെ വിവിധ ഇനം കായിക മത്സരം, പാവനൃത്തം, നാസിക് ബാൻഡ്, വടംവലി, മ്യൂസിക്കൽ ചെയർ, ലക്കി ഗെയിംസ്, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, കരകൗശല വിദ്യ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനത്തോടെ പരിപാടികൾ സമാപിച്ചു. ഗ്രാമോത്സവ പരിപാടിക്ക് FC മച്ചമ്പാടി, CM ഫ്രണ്ട്സ്, അൽ അമീൻ അലുമിനി അസോസിയേഷൻ, കുഡേലു ഫ്രണ്ട്സ് ക്ലബ്, യങ് മെൻസ് അസോസിയേഷൻ, ബഡാജ യുവക മണ്ഡലം തുടങ്ങിയ ക്ലബ്ബുകളിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KCB കാഞ്ഞങ്ങാട് ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാർ ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ SB വിഷയാവതരണം നടത്തി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബാവ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉപഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. ഉപഭോക്താക്കളെ സേവനങ്ങളെ സംബന്ധിച്ച് ഗിരീശൻ എയും ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ഗിരീശൻ എയും സുരക്ഷയെ സംബന്ധിച്ച് എഞ്ചിനീയർ ലത TK, ജിജിത് C എന്നിവർ ക്ലാസ് എടുത്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശ TP സ്വാഗതവും രമേശ് OV നന്ദിയും പറഞ്ഞു. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മെട്രോ കപ്പ് സീസൺ 2 നവംബർ അവസാന വാരം സെന്റർ ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഹൊസൂർഗ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 2023 കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ മത്സര രംഗത്ത് പുതുചരിത്രമെഴുതിയ ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്
മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ സംഘടിപ്പിക്കുന്ന മെട്രോ കപ്പ് സീസൺ 2 നവംബർ അവസാന വാരം സെന്റർ ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഇതിനു മുന്നോടിയായി ഓഫീസ് ഉദ്ഘാടനം നടത്തി. ഹോസ്ദുർഗ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാമാങ്കമാക്കി നടത്തുമ്പോൾ അതിന് വളരെ അഭിമാനം തോന്നുന്നു. അതോടൊപ്പം അതിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹവും ഞാൻ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പുതിയ തലമുറ പല വഴിക്കും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെയൊക്കെ നേർവഴിക്ക് വരുന്നതിന് വേണ്ടി അവരുടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ചുകൊണ്ട് ഏകാഗ്രത അവർക്ക് നൽകിക്കൊണ്ട് ഒരു പ്രാർത്ഥന പോലെ ഫുട്ബോൾ മത്സരം ആസ്വദിച്ച് കളിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് സാഹചര്യമുണ്ടാവട്ടെ. ആ സാഹചര്യം ഒരുക്കാൻ വേദിയൊരുക്കുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണയ്ക്ക് മെട്രോ കപ്പ് നിങ്ങൾ ഏർപ്പെടുത്തിയതിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. സംഘാടക സമിതി ചെയർമാൻ ഹസൻ യാഫ അധ്യക്ഷത വഹിച്ചു. യുവ വ്യവസായി നാസർ തായൽ മുഖ്യാതിഥിയായി. ജമാഅത്ത് പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി സുബൈർ ബ്രിട്ടീഷ്, അജാനൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഹാജറ സലാം, സതി ദേവി, ഇർഷാദ്, CPM ചാമുണ്ടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി അനീഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഞ്ഞങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് CK, സംഘാടക സമിതി ട്രഷറർ റംഷീദ് C, ഹുസൈൻ CH, ബഷീർ വെള്ളിക്കോത്ത്, മാധ്യമപ്രവർത്തകൻ നാസർ കുട്ലങ്ങാട്, മുഹമ്മദ് അലി പീടികയിൽ, ക്ലബ്ബ് ട്രഷറർ ജബ്ബാർ ചിത്താരി, ഫൈസൽ ചിത്താരി തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ ബഷീർ ബേങ്ങച്ചേരി സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BM മുംതാസ് അലിയുടെ മൃതദേഹം കുളൂർ പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത്. അറ്റകുറ്റപ്പണി നടത്തിയത് ഏറ്റില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം റോഡ് വീണ്ടും തകർന്നു. ചന്ദ്രഗിരി പാലത്തിന് സമീപത്തെ റോഡ് മണിക്കൂറുകൾക്കകം തകർന്നതിൽ വ്യാപക പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിധിപ്പകർപ്പ് KCN ന്യൂസിന്. പോലീസ് അന്വേഷണത്തിൽ പിഴവുകൾ ഏറെ ഉണ്ടായെന്ന് വിധിപ്പകർപ്പിൽ വിവരം. KCN എക്സ്ക്ലൂസീവ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. ശ്രീകാന്ത്. കോഴക്കേസ് വിധിയിൽ അപ്പീൽ പോകുമെന്ന് VV രമേശൻ. ചൈനയിൽ കപ്പൽ യാത്രക്കിടെ മാലക്കല്ല് സ്വദേശിയെ കാണാതായതായി പരാതി. മാലക്കല്ല് അഞ്ചാലയിലെ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.